اللقاء نصف النهائي الاول في دوري ابطال اوروبا لهذا الموسم. ريال مدريد برصيده بتاريخه بعلاقته بألفا رودري. رياض يدخل ريال مدريد من المرات القليله التي يسجل بها الراس. الدقيقه الثانيه جول. كره توصل لفودن. السلام عليكم منير. عليكم السلام. في جاهز ولا ما في؟ لا ما في جاهز، تعال بعدين. انا يجي بشوي 10 اوكي؟ اوكي يا بابا ان شاء الله. കഴുത്തിൽ ബ്ലേഡ് വെച്ച് നീ എന്താ സ്വപ്നം കണ്ട? നോക്ക്, പണി തീർത്ത് വിട്. സുലൈമാന് റെഡിയെ കുരിപ്പിങ്ങളെന്ന് പോലെ കൊണ്ടമാറി എന്നും ഓളടിക്കുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. ഒന്നും പറയാനായി ഞാൻ പോയതോ. നോമ്പ് ഞാൻ തന്നെ ഈത്തപ്പോ തരികാച്ചു അതുകൊണ്ട് വെച്ച പോലെ തന്നെ ഇവിടെ ഇങ്ങനെ പൊട്ടിച്ചു പൊടിങ്ങനെ കിടക്കുന്നുണ്ടല്ലോ. എന്റെ മൊയ്തോ, ഇന്ന് മാസം കാണും, നാളെ പെരുന്നാളാന്ന് പറഞ്ഞ തിരക്കാണ്, രാവിലെ ഒരേ കാണുന്നത്. അതിന് ഇന്ന് മാസം കാണുന്ന ലക്ഷണമൊന്നും കാണുന്നില്ലാന്ന്. ഈ മാസം കാണുന്നു, നിലാവ് കാണുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഈ പ്രീതന്മാരെ കൊണ്ട് ഒരു രക്ഷയില്ലടോ. ഇവർക്ക് തലക്ക് മുകളിൽ കുറിച്ച് കഴിയുമ്പോ പണികൾ മാത്രം പോരല്ലോ. ഇതുപോലെ താടി പേര് സമയം ഇത്രയായിട്ടും സ്വസ്ഥമായി ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിച്ചിട്ടില്ല. അല്ലെങ്കിൽ വെള്ളം കുടിക്കാത്ത നല്ലതല്ലേ, അല്ലെങ്കിൽ ഇടക്കിടക്ക് മൂത്രയ്ക്കാൻ പോകേണ്ടി വന്നേ. അത് ശരിയാ, അത് ശരിയാ. അല്ലാതെ എന്താണ് ഒരു മൈൻഡില്ലാത്ത? അല്ല, വായിലെന്താ മുടി പറ്റി? എടാ ബാലു, അതിനൊരു കണ്ണോട് ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി. അല്ല, എന്റെ അമ്മേന്റെ സൂക്കെടുപ്പ് എങ്ങനെയുണ്ട്? هذه مصبوح مجنون نفر مسكين نفر لوسي تنايا والله انا مسكين. يلا مسكين نفر انا مصر انا مصر ارباب എന്താണ് നിനക്ക് പറ്റിയത്? രാവിലെ ഒരു ശ്രദ്ധിക്കുന്നുണ്ട് നിന്റെ ഈ മാറ്റം മനസ്സിൽ ഏടിയോ ആണ്. നിനക്ക് വേദനിച്ച പിന്നെ ഇല്ല. അല്ല, എന്താ നിന്റെ പ്രശ്നം? ഒന്നുമില്ല മണിയേട്ടാ, ഇതൊന്നും മറന്നുപോയി. സാരല്ല, പോട്ടെ. നീ ഒരു കാര്യം ചെയ്യും, നീ ഇന്ന് പണിയും തുടങ്ങണ്ട. അതും കുടിച്ച് റൂമിലേക്ക് പോയി അത് തോന്നി കൊടുത്തു. ബേജാറില്ലടാ, അനക്ക് വിശക്കുന്നുണ്ടെങ്കിൽ എന്റെ കൂടെ വന്നിട്ടൊന്ന് കഴിച്ചിട്ട് പോകും. എന്റെ മുഖത്ത് നല്ല ക്ഷീണം, പോരാത്തതിന് അവ ശീതന്റെ കൈപ്പാണ്. എനക്കൊന്നുമില്ല, ഒരു തീരെ വിശപ്പില്ലായിട്ട് എനിക്കൊന്ന് കിടന്നാ മതി. കഥയടാ, എല്ലാം ശരിയാവും. മനേട്ടാ, ഞാൻ പോയിട്ട് വരുന്നേട്ടാ. വരൂ. സാരില്ലടാ, ഇതൊക്കെ എഴുത്തിൽ വരുന്ന എല്ലാ ബാർബർമാർക്ക് അനുഭവമുള്ളതാണ്.
ഒന്ന് നടുചാക്കാൻ പോലും പറ്റാതെ അതുപോലെ പണിയെടുത്തോണ്ട് നിൽക്കുമ്പോ പലപ്പോഴും ഞാൻ എന്റെ സുമതിയോട് സംസാരിക്കാറുണ്ട്. എന്റെ അനുമോനെ കുസൃതിയോർത്ത് ചിരിക്കാറുമുണ്ട്. അബദ്ധത്തിൽ കയ്യിൽ നമർന്നു പോയാ ഞെട്ട് തെളിയുന്നത് പോലെ അറിവിടെ വക ഇതുപോലെ മുഖത്ത് കിട്ടും. പിന്നെ അതിങ്ങനെ രാത്രി വരെ ചകിരിക്ക് പുകയിട്ടതുപോലെ ഒന്ന് ആശ്വസിപ്പിക്കാം. മുന്നിലും പിന്നിലുമുള്ള ഈ കണ്ണാടിയിലും അണിയട്ടം മാത്രം. ആ എല്ലാവർക്കും അങ്ങനെയല്ല കേട്ടോ. ആ ബാലു, നീ പോയി റെസ്റ്റ് എടുത്തോ. ഞാൻ കടയിൽ കൂട്ടി ഭക്ഷണം അയച്ചു വരാം. ശരി. അല്ലാതെ നിങ്ങള് നേരത്തെ കിട്ടുന്ന ആ മൈദൂ, ഇന്നത്തെ ഇത് മതി. ആരോഗ്യമൊന്നും പഴയതുപോലെ വഴങ്ങുന്നില്ലടോ. വന്ന് വന്ന് തെങ്ങിന്റെ വേരിറങ്ങിയത് പോലെ ആയി കാലിനെ വെരിക്കോസ്. പിന്നെന്താന്നറിയില്ല, ഇന്ന് ആ ചെക്കനെ കുറിച്ച് ഓർമ്മിച്ചിട്ട് എന്തോ ഒരു മനപ്രയാസം. അല്ല മൈദൂ, നാളെ പെരുന്നാളില്ലല്ലോ അല്ലേ? അത് മാനൊഴികെ ബാക്കിയെല്ലാം മറ്റന്നാൾ ഉറപ്പായി കാണൂ. മണിയേട്ടാ, ഇന്നലെ ചെന്നിട്ട് ചെക്കനോട് സീരിയസ് ആയിട്ട് ചോദിച്ചു, എന്താ അവന്റെ പ്രശ്നം? ബാലുവിന്റെ ചോദിക്കണം മൈദൂ. നല്ല മിടുക്കനാണ്, പക്ഷേ എന്തോ ഒരു പ്രശ്നമുണ്ട് മുമ്പിൽ. അതുറപ്പാ. ആ മൊയ്തു, ഞാനൊരു കാര്യം പറഞ്ഞെന്ന് വിചാരിച്ചു. 2-3 ദിവസമായി ഓനെ കടപ്പുറത്ത് മുനമ്പത്ത് പോയി ഇരിക്കുന്നുണ്ട്. അടച്ച തമ്പുരാനെ, ആ ശൈത്താൻ മുനമ്പിനോ? ആ മണിയേട്ടാ, ചെക്കൻ ശ്രദ്ധിക്കണം, ഈ പോക്ക് അപകടത്തിലേക്കാണ്. ഓ. ആ നിങ്ങളെ പാർസൽ ഇതേ, എനിക്ക് കുറച്ചുകൂടി പണിയുണ്ട്. നോക്ക്, നിങ്ങളെ ചെക്കനോട് നീ തിന്നിട്ട് കിടക്കാൻ പറഞ്ഞു കേട്ടോ. ശരി, പച്ച. ആ സുമതി, ഞാനാ ഇല്ല, ഓൻ ഉറങ്ങിയ വേണ്ട വേണ്ട വിളിക്കണ്ട ഓൻ ഉറങ്ങിക്കോട്ടെ കേട്ടാ. പിന്നെ ഞാൻ പുള്ളിന്റെ പൈസ അയച്ചില്ലേ കേട്ടാ, നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. ഞാൻ ശമ്പളം കിട്ടിയിട്ട് അടുത്ത മാസം കൂട്ടി അയച്ചു. ആ പിന്നെ നമുക്ക് പൈസ കൊടുക്കണേ, മറന്നോളെ കേട്ടോ. വെച്ചോ, ചെക്കനെ കൊണ്ട് ഇന്ന് രാവിലെ കൊണ്ട് ഇടങ്ങാറാണ്. ഞാൻ അന്വേഷിച്ചോ കേട്ടോ. വെച്ചോ 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 വെച്ചോ, ഞാൻ വിളിക്കാം. ഞാൻ അന്വേഷിച്ചോട്ടെ. ഓക്കെ ശരി എന്നാൽ വെച്ചോ വെച്ചോ. ഹലോ ഹലോ, ആ ജോസേട്ടാ, ജോസേട്ടാ, ചേട്ടാ ഫോൺ കിട്ടിയില്ലേ? ആ ചേട്ടാ, ചേട്ടാ എനിക്ക് പറയാനുള്ളതൊന്ന് കേക്ക്. നിങ്ങൾ കാല് പിടിക്കാം പ്ലീസ്. എനിക്ക് പോയേ പറ്റൂ. ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ചു വരും. ഇതാ നിങ്ങളെ കല്ലെന്നെ ഏൽപ്പിക്കാം. അത്രയും പണല്ലോ പെട്ടെന്ന് എഴുതുന്ന വൈകും. എന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്ക് പ്ലീസ്. ഹലോ ജോസേട്ടാ, ചേട്ടാ ഫോൺ കട്ടിയില്ലേ പ്ലീസ്. ഹലോ ഹലോ ചേട്ടാ. ബാലു, ബാലു, നീ എന്താ വീട്ടിൽ പോവാഞ്ഞേ?
നിന്നെ എവിടെയൊക്കെ തിരയുന്ന അറിയോ? ഈ രാത്രി നീ എന്തെടുക്കുന്ന ചക്ക വാ. അല്ലേ തന്നെ ക്ഷീണിച്ചിട്ട് വയ്യ. വാ, ഭക്ഷണം കഴിച്ചിട്ട് കിടക്കാം. വിശപ്പില്ല മണിയേട്ടാ. ഇത് കഴിച്ചിട്ട് കിടന്നു. എന്നാലും എന്താ പ്രശ്നം എന്നോട് പറയൂലേ? പരിഹാരമില്ലാത്ത പ്രശ്നമുണ്ടോ വരൂ? ഒന്നുമില്ല. വരൂ. എനിക്കുണ്ടടാ നിന്നെ പോലെ മോൻ. അവന്റെ മുഖമൊന്ന് മാറിയാലേ എനിക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഒരച്ഛനെ പോലെ കരുതി എന്നോട് പറഞ്ഞൂടെ എന്താ നിന്റെ വിഷമമെന്ന്? വിശപ്പിനി മാറിയില്ലേ? കഴിച്ചാട്ടെ. വരുന്ന് ഒന്ന് എടുക്കട്ടെ എന്റെ പയ്യെ. കുടിച്ചാട്ടെ, ഞാൻ കുടിക്കാം. ഈ ചെക്കൻ ഇനി കാണുന്നില്ലല്ലോ. പാല് കൊടുക്കാനാന്നും പറഞ്ഞിട്ട് പോയതാ. എവിടെ പോയി എന്തോ? എന്താ കവി ഈ പോയി വന്നത് കണ്ടില്ലേ? കാണൂല. ശരിടാ. ആരോടാ പണിയെല്ലാം ഞാൻ എടുക്കണം. പയ്യന്റെ കാര്യം നോക്കണം. വിളക്കെത്തിക്കാൻ നേരത്തെ ചെരുപ്പ് കൊണ്ടിട്ടിന്. ശരിടാ, നിങ്ങൾ ഇറങ്ങാനായിനാ? കട്ടൻ ചായ എടുത്തുവെച്ച തണുപ്പിന് ഞാൻ പൊടിയും ചള്ളി ഒരു പണി എടുക്കാൻ ആരുമില്ല. എന്ത് കോലട ഇത്? ഈ മുടിയൊന്നും മുറിക്കാൻ നേരം കിട്ടിയില്ല നിനക്ക്? അതിനാർക്കാ നേരം ഇവിടെ? സൊസൈറ്റിന്ന് ചോദിച്ചിന് നാളെ മുതൽ 1 ലിറ്റർ പാൽ അധികം തരുമോ? അതിന് ആ പാവം തന്നാലല്ലേ കൊടുക്കാൻ പറ്റൂ. നോക്കട്ടെ. മോൻ പോയി വേഗം കൈ മുഖമൊക്കെ കഴിക്കട്ടെ. ചെല്ലു. കവിയെ, അമ്മേന്റെ പാലിന് നല്ല ഡിമാൻഡാണല്ലോ. ചോദിക്കുമ്പോ കൂടുതൽ കൊടുക്കാനേ ഇവിടെ യന്ത്രമൊന്നുമില്ല. എന്റെ പയ്യന്റെ അവിടാ ഉള്ള പാല് മുഴുവൻ സൊസൈറ്റി. ഇവിടെ നമുക്ക് കുടിക്കാൻ കട്ടൻ ചായ. അത് മതി. നോക്ക്, നിങ്ങൾ ആ മാർക്കറ്റിന്റെ വെളിച്ചെണ്ണ വാങ്ങിയിട്ടൊന്ന് വേഗം കൊടുത്തേക്കണേ. കാവിലെ മാക്കത്തിനെ നേർച്ച കൊടുക്കാനുള്ളതാ. ഇത് നല്ല സന്തോഷത്തിലാണല്ലോ. എന്ത് പറ്റല്ലോ ഭാര്യക്ക്? ഒരു സന്തോഷ വർത്താനുണ്ട്. ഇന്ന് രാത്രി എന്റെ അച്ഛനും അമ്മയും വരുന്നത്. ഒരിച്ച് മാക്കത്തിന്റെ മുടി കണ്ടിട്ടേ പോകുന്നു. അങ്ങനെ ഒരു സുന്നി വിളിച്ച് പറഞ്ഞതാ. നന്നായല്ലോ. അതുകൊണ്ടേ നിങ്ങൾ കുറച്ച് നല്ല മീനും കൂടെ വാങ്ങി കൊടുത്തേക്കണേ. പിന്നെ എല്ലാ ദിവസത്തെയും പോലെ നാട്ടുകാരെ പ്രശ്നമൊക്കെ തീർത്ത് എന്റെ മക്കളെ 2 ഉറക്കം കഴിയുമ്പോഴേക്കും വന്നാ പോരാ. എന്നെങ്കിലും നമുക്ക് ഒന്നിച്ചിരുന്ന് കഴിക്കണം. എന്റെ ഭാര്യാപിതാവ് മുപ്പിക്കൊണ്ടവരുടെ ആദ്യമായിട്ടുള്ള വരവും കാണിച്ചാണ് ഈ സന്തോഷവും നീന്തക്കലും ഒരുക്കങ്ങളൊക്കെ.
ദേഷ്യമൊക്കെ മാറി. ഓ പിന്നെ കറങ്ങുന്ന കസേരയില് നമ്പ്യാരെ ഇരുത്തി ഓരോ മോളെയും കറക്കിയെടുത്ത് മൊയ്യാരം മന്ദിരത്തിൽ നിന്ന് രക്തഹാരം അണിയിച്ച് കൂടെ കൂട്ടിയതല്ലേ. ആർക്കെങ്കിലും ദേഷ്യമൊക്കെ തോന്നും. പാവച്ചൻ വയസ്സായില്ലേ, കൊറേ ദിവസമായി പോലും അമ്മേനോട് എന്നെ പറ്റി എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പിന്നെ നിങ്ങൾക്കൊരു കാര്യം അറിയോ, കവിതമോട് സ്കൂളിൽ നിന്ന് വരുമ്പോ പൂക്ക് കാവിലെ തിരക്കിടാൻ പട്ടുപാവാട് വാങ്ങിക്കൊടുത്തിന്. എന്നിട്ട് പറയാ പോലും അച്ഛനോട് പറയണ്ടാന്ന്. എന്താ അതിന്റെ കാലിനൊരു കെട്ട്? അതൊന്നുമില്ല ശേഖരേട്ടാ. ഞാൻ പറയും. ഉള്ളതാ. പശുവിനെ പുല്ലരിയാൻ പോയപ്പം മുള്ളു കൊണ്ടതാ. അച്ഛൻ ചീത്ത പറയും പേടിച്ചിട്ടാ അമ്മ പറയാണ്ടിരുന്നത്. ആരോട് പറയാൻ? വന്ന കാലം മുതൽ ഷുഗറിന് മരുന്നെടുക്കുന്നതാണ്. അടങ്ങൊന്ന് ഇരിക്കാൻ പറഞ്ഞാൽ കേൾക്കണ്ടേ? മരുന്ന് തീർന്നാലോ അതും പറയില്ല. പറയാൻ ശാരദ, ശാരദ, നീ ഇറച്ചൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുമ്പോഴേക്കും ഞാനും എത്തും. അതില്ലേ എന്റെ പൊടിയും മുളകത്തും പറഞ്ഞ അച്ഛന്റെ എന്താ വരുന്നത്? അച്ഛൻ വരുമ്പോ ചന്തയിൽ കുപ്പിവളയും പൊട്ടും വാങ്ങണേ. എനിക്ക് കാവില് പോകാൻ വിടാനാ. അച്ഛന്റെ മൂക്ക് എന്തായാലും കൊണ്ടുവരും. അച്ഛനില്ല ബാലു, നിനക്ക് എന്താണ് പോലെ വേണ്ടേ? അല്ല, ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ ഇരുന്നാ മതിയാ? വായനശാലയിലെ മീറ്റിംഗ് മറക്കണ്ട. ദിനേശ, ആദ്യം വീട് പിന്നെ ആ നാട്. നിങ്ങൾ അധികം റോഡിൽ നിൽക്കണ്ടേ. നേരത്തെ കുടുംബശ്രീക്ക് പോയപ്പോ പറയുന്ന കേട്ടില്ലേ, റോഡിൽ എന്തെല്ലോ പ്രശ്നങ്ങൾ, ആരെല്ലോ കുത്തിന്നോ ആസ്പത്രിയിലാന്നൊക്കെ. ഈ BBC കുടുംബശ്രീ ഉള്ളതുകൊണ്ട് നാട്ടിലെ വാർത്തക്ക് ഒരു പഞ്ഞമില്ലല്ലോ അല്ലേ? ശരി ശരി, കൊണ്ടുവരാമേ, കൊണ്ടുവരാം കേട്ടോ. ആർക്കത്തിന് മുന്നിൽ വെക്കാനായി. ഓലൊക്കെ കൊണ്ടുവന്നിനും വൈകുന്നേരം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ മനുഷ്യനാ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ആരാത്? എന്താ ഷാജി, എന്താ പറ്റി?
സ്ഥാനമോഹങ്ങളില്ലാതെ പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുകയും അവസാനം പാർട്ടിക്ക് വേണ്ടി ജീവൻ നൽകുകയും ചെയ്ത സഖാവാണ് നമ്മുടെ ശേഖരൻ. കാവിലെ ഉത്സവത്തിന്റെ അന്ന് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഇരുളിന്റെ മറവിൽ പതിയിരുന്നാണ് അക്രമികൾ ഈ കൃത്യം ചെയ്തത്. അവരെ ആരെയും വെറുതെ വിടുമെന്ന് കരുതണ്ട. ശേഖരന്റെ ചോരയ്ക്ക് നമ്മൾ പകരം ചോദിക്കും. സഖാവ് ശേഖരന്റെ ഭാര്യ ശാരദ, മക്കളായ ബാലു, കവിത എന്നിവരുടെ സംരക്ഷണ ചുമതലയും പഠനച്ചെലവും പാർട്ടി ഏറ്റെടുക്കും. ആ വിപ്ലവ സൂര്യന്റെ ജ്വലിക്കുന്ന ഓർമ്മകൾക്ക് മുമ്പിൽ ഒരു രക്തപുഷ്പങ്ങൾ സമർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. അഭിവാദ്യം. സഖാക്കളെ, എനിക്കൊന്നേ പറയാനുള്ളൂ. പാർട്ടിക്ക് വേണ്ടി ജീവൻ കൊടുത്തതാണ് എന്റെ സഖാവ്. എന്തെങ്കിലും ഒരിക്കൽ ഈ വിധി ഉണ്ടാവുമെന്ന് കരുതി തന്നെയാണ് ഓരോ കൂടെ ഞാൻ ജീവിച്ചു തുടങ്ങിയത്. മക്കളെക്കാളും എന്നെക്കാളും അദ്ദേഹം പാർട്ടിയെയാണ് സ്നേഹിച്ചത്. ആരുടെയും ഒരു സൗജന്യവും ഏറ്റുവാങ്ങരുതെന്ന് എന്നെ പഠിപ്പിച്ചതാണ് എന്റെ സഖാവ്. പാർട്ടിയോടുള്ള ആദരവ് നിലനിർത്തിക്കൊണ്ടും സഖാവിന്റെ ആദർശങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ ഞാൻ സ്വയം ജോലി ചെയ്ത് കുടുംബം പോറ്റാനാണ് എന്റെ തീരുമാനം. സഖാവിന്റെ മക്കളെ ഞാൻ പഠിപ്പിക്കും. പശുവിനെ പോറ്റിയിട്ടാണെങ്കിൽ അമ്മ ഞങ്ങളെ നല്ല രീതിയിൽ പഠിപ്പിച്ചു. എന്നെ ഓട്ടോമൊബൈലിൽ ചേർത്തു. ക്ലാസ് എല്ലാം കഴിഞ്ഞു വൈകുന്നേരം ഞാൻ സൊസൈറ്റിയിൽ പോയി. അമ്മയ്ക്ക് അതൊരു വലിയ ആശ്വാസം. കവിത മംഗലാപുരത്ത് നേഴ്സിംഗ് ചേർന്നു. ഒടുവില് അല്ല രമേശനോ? നിന്നെ കുറെ അല്ല കണ്ടിട്ട്. ക്ലാസ്സിൽ പോയില്ലേ? എന്താ ഈടിരുന്നേ? വാ കേറിയിരിക്കേ. ഇല്ല ശൈലേച്ചി, ഇരിക്കാനൊന്നും സമയമില്ല. ഞാനൊരു കാര്യം പറയാൻ വന്നു. എന്താ രമേശ? എന്തേനു? അത് പിന്നെ ശൈലേച്ചി, നമ്മള് കവിതയില് വാഴയുടെ ജമാലിക്കുന്ന മോൻ കേട്ട് അന്ന് മംഗലാപുരത്തും ഇവിടെ കേട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടായി. ഉയ് രമേശ, ആ കുട്ടി കവിനോട് പഠിക്കുന്ന കാര്യത്തിലുള്ള പീടികയിലെല്ലാം പണിയെടുക്കുന്നേ. മൂക്കെന്താ തിന്നാനോ ഫീസ് ഉണ്ടെങ്കിൽ മോന്റെ കയ്യിൽ തന്നെ
അതിനിപ്പോ എന്തുണ്ടായേ? എനിക്കറിയാം ശാരദിച്ചു, പക്ഷേ കുറച്ച് സദാചാരക്കാര് അതൊക്കെ പെരുപ്പിച്ചങ്ങ് വഷളാക്കി. പിന്നെ ഇന്നത്തെ കാലത്ത് അത് വർഗീയമാക്കാൻ വലിയ താമസമൊന്നും വേണ്ടല്ലോ. ഇപ്പോ നാട്ടിലും അതിന്റെ മുറിവുറുപ്പുകളൊക്കെ വന്നു തുടങ്ങി. പിന്നെ ശാരദേച്ചി, മനസ്സ് വിഷമിപ്പിക്കാൻ വേണ്ടി പറയുന്നു, ഇതിന്റെ പേരിൽ ഓളെ കോളേജിൽ സസ്പെൻഡ് ചെയ്തെന്ന് വാർത്ത കൂടി പേടിക്കാനൊന്നും ശാരദേച്ചി. അതെ, ഇന്ന് വൈകുന്നേരത്തെ ട്രെയിനിൽ ഓള് വരുന്നുണ്ട്. പിന്നെ മാധ്യമക്കാരൻ ചാനലും അവർക്ക് വേണ്ട രീതിയിൽ എരിവും പുളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതലൊന്നും ചോദിച്ച് അവളുടെ മനസ്സ് വിഷമിപ്പിക്കണ്ട, കേട്ടല്ലോ. എന്നാ പിന്നെ മോനെ, എന്താ നീ കിടക്കുന്നില്ലേ? ഞാൻ കിടക്കാം. അമ്മ പോയിട്ട് കിടന്നു. നീ എന്തേലും എടുത്ത് കഴിച്ച് കിടക്കടാ. കവിമോൾ എന്തെങ്കിലും കഴിച്ചു? ഒന്നും കഴിച്ചില്ല. ആ വന്നപാടെ കിടന്നതാ. ഞാൻ കൊറേ വിളിച്ചു. അമ്മ ഒന്നുകൂടി ഉള്ളത് നമുക്ക് ഒപ്പരം കഴിക്കാം. അമ്മ ആ ആ കാലിലുള്ള മരുന്നെടുത്തിനാണ്. ആ
അസുഖം കൂടി കുറഞ്ഞിരിക്കും. ചില സമയങ്ങളിൽ വയലന്റാവും. ആദ്യമെല്ലാം നാട്ടുകാരൊക്കെ സഹായിച്ചു. ഒടുവിൽ ഞാനും അമ്മയും മാത്രമായി. അവസാനം വീട് ചുറ്റിന്നായപ്പോ അന്ന് ഞാൻ മറ്റു വഴിയില്ലാതെ എന്റെ അമ്മയും മെന്റൽ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഒറ്റത്തവണ ഞാൻ എന്റെ അമ്മയെ കണ്ടു. അവിടെ ഇരുണ്ട കോണിൽ കാലിൽ ചങ്ങലയിട്ട് എന്റെ അമ്മ. എനിക്ക് എന്റെ അമ്മ എങ്ങനെ കാണണ്ട മണിയണ്ട. എനിക്കങ്ങനെ കാണണ്ട. ചിലപ്പോൾ നമുക്ക് പോലും മനസ്സിലാവില്ല. ആരെങ്കിലും ചെയ്ത പാവങ്ങൾ ആളറിയാതെ മറ്റുള്ളവരെ തലയിൽ കെട്ടിവെക്കും. അല്ലാണ്ട് എന്താ പറയുക? ആരും തീർന്നില്ല മണിയണ്ട. ഈശ്വര, ഇനിയിപ്പോ എന്താ? കാലുകളിൽ ചങ്ങലുണ്ടാക്കിയ വ്രണം പഴുത്തു, ഷുഗറും കൂടി. ഇപ്പോ ഡോക്ടർമാർ പറയുന്നത് അത് മുകളിലേക്ക് പടർന്നതിന് മുന്നേ ഓപ്പറേഷൻ ചെയ്യണമെന്ന്. അല്ലെ കാല് മുറിക്കണം. ഇത്രയും വലിയ കടം കൊണ്ടു വെച്ചിട്ടാണോ ആരും നീ ഒരു കുടുംബത്തെ രക്ഷിക്കണം? അത് മണിയനെ കൊണ്ടേ പറ്റൂ. അതുകൊണ്ട് ഇങ്ങോട്ടൊന്നും പറയേണ്ട. അത് ഗോപുമാഷ പറഞ്ഞപ്പോ ഞാൻ ബാലുവിനെ പറ്റി കൂടുതലൊന്നും ചോദിച്ചില്ല. എനിക്കിവിടെ ഒരാളും സഹായത്തിനാവുമല്ലോ എന്ന് കരുതി. എനിക്കിപ്പോ എന്റെ അമ്മയൊക്കെ കണ്ടാൽ മതി മണിയേട്ടാ. എനിക്കിന്നൊരു വോയിസ് മെസ്സേജ് ഉണ്ടായി. ഹോസ്പിറ്റലിൽ നേഴ്സ് അയച്ചതാ. അമ്മ നിനക്ക് സുഖാണോ മോനെ? ഇന്നലെ അമ്മ തന്നെ സ്വപ്നം കണ്ട് എനിക്ക് വരാൻ പറ്റില്ല എന്നറിയാം. അമ്മക്ക് കാല് തീരെ വയ്യ. വേദന സഹിക്കാൻ പറ്റുന്നില്ലടാ. ഇതൊക്കെ ഓരോരോ പരീക്ഷണങ്ങളാണ് പോലെ. നീ ഒരു കാര്യം ചെയ്യ്. നീ നാളെ തന്നെ നാട്ടിലേക്ക് പോയിക്കാം. ഞാൻ ആ വിനോദിനെ വിളിച്ചു പറയാം. ഓൺ ടിക്കറ്റ് കൊണ്ടുപോയി വാ. ഇനി എന്താ? എന്റെ പാസ്പോർട്ട് ആ ജോസിന്റെ കയ്യിലല്ലേ. ഏത് ചോദ്യത്തിന്റെ? ആ ഏത് ചോദ്യത്തിനാ? പലപ്പോഴായി ഞാൻ ഒന്നോട് കടം വാങ്ങി. പാസ്പോർട്ട് അല്ലാണ്ട് ഈട് വെക്കാൻ എന്റെ കയ്യിൽ എന്തെന്നാണ്. ഇപ്പോ 1700 ദിനാണ്. അതിന്റെ പലിശ തന്നാല് പാസ്പോർട്ട് തരുന്നാ പറയുന്നത്. ഇതായിരുന്നു വൈകിട്ട് മൊയ്തൊക്കെ അമ്മേന്റെ അസുഖത്തെ കുറിച്ച് ചോദിച്ചപ്പോ എന്റെ കയ്യൊന്ന് അമർന്നു പോയത്. ഒരു വാക്ക് നീ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ. ഇപ്പൊ പറഞ്ഞിട്ടല്ല കാര്യം. 1700 ദിനാർ ഇപ്പൊ ഇത്ര പെട്ടെന്ന് എവിടുന്ന? എനക്കറിയാൻ പണിയേട്ടാ. നിങ്ങളെ
സുലൂക്കാന്റെ എല്ലാം വിഷമം എനിക്കറിയുന്നല്ലേ. ഓരോരോ ബാധ്യതകളെ തീർക്കണം, പെടാൻ പാടില്ല എന്നുള്ളത്. അതിൻ്റെ ഇടയിൽ എന്റെ വിഷമം പറഞ്ഞ് ഇതെന്നാ കാര്യം. അതന്നെ ആരോടൊന്നും പറയാത്ത നമ്മളിപ്പോ എന്താണ് ചെയ്യാ? എനിക്കറിയില്ല. ജീവിതത്തിലെല്ലാം തോറ്റാണ് എന്റെ അമ്മന്റെ മുന്നിൽ തോറ്റുപോയി. എനിക്കിപ്പോ ഒന്നുമില്ല, എനിക്കിപ്പോ ഒന്നുമില്ല. അടിയിട്ട് പോയിക്കാം, അടിയിട്ട് പോയിക്കാം, അടിയിട്ട് പോയിക്കാം. എനിക്ക് എന്റെ നന്നായി തോന്നണം. ആരുടെ ശല്യമില്ല, ആർക്കും ശല്യം പറഞ്ഞു. എന്റെ അമ്മേനെ പഠിക്കണം. എനിക്ക് എന്റെ അമ്മയാണ്. ഞാനില്ല മണിയണ്ട, ഞാനില്ല. കഴിയുമല്ലോ മണിയണ്ട, അത് കഴിയുമല്ലോ. എനിക്കറിയാം. അമ്മേ അമ്മേ ഓക്കെ അല്ലേ ഇപ്പോ? ഇപ്പൊ ഓക്കെ ആണ് കേട്ടോ. ഇന്ന് തന്നെ നമുക്ക് വീട്ടിൽ പോവാം. ബാലു, ഷീസ് ഓൾ റൈറ്റ് നൗ. ഇന്ന് തന്നെ ബാലു നമ്മെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാം. ഓക്കെ? ബാലു, എന്റെ മോനെ കണ്ടപ്പോ അമ്മേന്റെ വേദനയൊക്കെ പോയടാ. എന്ത് കോലാടാ ഇത്. ഈ മുടിയൊന്നും മുറിക്കാൻ നേരം കിട്ടിയില്ല നിനക്ക്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയോ എന്റെ മോനെ? മാപ്പല്ലേ നമുക്ക് പോകണ്ടേ?
ഓന്റെ പാസ്പോർട്ട് കിട്ടിയില്ലെന്നോ ആർക്കൊക്കെയോ പൈസ കൊടുക്കാനുണ്ടെന്നൊക്കെ. അമ്മേ, അച്ഛൻ പണ്ട് പറയാറില്ലേ, ആരുമില്ലാതെ വീണു പോകുമ്പോൾ എവിടെയെങ്കിലും നമ്മളറിയാതൊരു കൈത്താങ്ങുണ്ടാവുമെന്ന്. എന്റെ മണിയേട്ടനെ പോലെ, എന്റെ മൊയ്തുക്കാനെ പോലെ. പിന്നെ ഒരു ദിവസത്തെ കഷ്ടപ്പാടുകളെല്ലാം സഹിച്ച് ഓപ്പറേഷന് വേണ്ടിയുള്ള പൈസ ഹോസ്പിറ്റലിൽ അയച്ചു തന്ന ഒരുപാട് നല്ല മനസ്സുകളെ പോലെ വരാൻ കഴിയാതെ മരവിച്ച മനസ്സുമായി നിന്നപ്പോൾ പലിശക്കാരന്റെ കയ്യിലുള്ള പാസ്പോർട്ട് എന്റെ കയ്യിൽ എത്തിച്ചു തന്ന ആ അറബി പോലീസുകാരനെ പോലെ. ഒരു നിമിഷം, ചില മനുഷ്യരങ്ങനെയാണ്. എത്ര ദൂരെയായാലും മനസ്സുകൊണ്ട് നമ്മളെ വിസ്മയിപ്പിക്കും. ജീവിതകലയുടെ അരങ്ങിലേക്ക് സന്തോഷപൂർണമായ ഒരുക്കങ്ങളിൽ നിലച്ചിരിക്കാതെ കയറി വന്ന തടസ്സങ്ങളിൽ യൂവലുകളിൽ ഭയന്നും പകച്ചും ചുവന്ന കത്തിന് പുറകിൽ നിന്ന കുറേ മനസ്സുകൾ റെഡ് കാർപ്പറ്റിൽ അഭിമാനിച്ചു നിൽക്കേണ്ടിടത്ത് തലകുനിച്ച് ക്ഷമിച്ചു കൊടുക്കേണ്ട അവസ്ഥയിൽ ബാലു പറഞ്ഞതുപോലെ ആരുമില്ല എന്ന് തോന്നുമ്പോൾ നിങ്ങൾ തന്ന കയ്യടികൾ ഞങ്ങൾക്കൊരു കൈത്താങ്ങായിട്ട്, ഞങ്ങൾക്ക് മറ്റെല്ലാ നിരാശകളെയും മാറ്റി മുന്നോട്ടുള്ള കലയിലേക്കുള്ള പ്രചോദനമാണ്. ജീവൻ തോന്നായിട്ട് മണിയേട്ടനെ പോലെ, മൊയ്തുഖാനെ പോലെ നിങ്ങൾ വീണ്ടും വിസ്മയിപ്പിക്കുകയാണ്. ഹൃദയത്തിൽ നിന്ന് സ്നേഹമെന്ന വാക്കല്ലാതെ മറ്റെന്താണ് നിങ്ങൾക്ക് തരേണ്ടത്? അതെ, നിങ്ങൾ വീണ്ടും വിസ്മയിപ്പിക്കുക.